ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി അതാരെ ഉപയോഗിച്ചുകൊണ്ടാ? അതാണ് ഈ പുറത്തു വന്നത്. അതാണ് ഇവർക്ക് ഏറ്റവും ഇതൊന്നും ആരും അറിയില്ല എന്നാണ് ഈ BJP-ക്കാർ വിചാരിച്ചത്. ഇതാർക്കും മനസ്സിലാക്കാനാവില്ല എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ കൃത്യമായിട്ട് പകൽ വെളിച്ചം പോലെ ഓരോന്നോരോന്ന് പുറത്തു വന്നപ്പോൾ BJP-ക്ക് എത്ര പണം കിട്ടി എന്ന് മനസ്സിലായി. BJP-ക്ക് എത്ര കിട്ടിയത്? 9,200 കോടി ഉറുപ്പിക കിട്ടി. 9,200 കോടി. ഇനി അത് കൂടാനേ സാധ്യതയുള്ളൂ. കൃത്യമായിട്ട് കണക്ക് വെച്ച് വരുമ്പോൾ അതിൽ വരും. ആദ്യം 8,000 കോടിയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആദ്യം 6,060 കോടി പറഞ്ഞു, പിന്നീട് 8,000 പറഞ്ഞു, ഇപ്പോൾ 9,000 കോടിയായി. ഇനി വിവരങ്ങൾ വരും. ആരിൽ നിന്നാണ് വാങ്ങിയത്? നമ്മളൊക്കെ അന്നേരം വിചാരിച്ചിരുന്നത് അദാനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും 1000കണക്കിന് കോടി, അംബാനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും 1000കണക്കിന് കോടി എന്നൊക്കെയില്ലേ നമ്മൾ ആദ്യം ധരിക്കുക. ഇവരാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് വളർന്നത്. അവരെ വളർത്താനാണല്ലോ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചത് ഈ BJP ഗവൺമെന്റ്. അപ്പൊ അവരോട് വാങ്ങിയ പണം പറയുന്നുണ്ട്. അവരോട് ഇങ്ങനെ ബോർഡിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല. എത്ര കോടി വേണമെങ്കിലും അവർക്ക് കിട്ടും, അത് പരസ്യപ്പെടുകയില്ല. എന്നാൽ ബോണ്ടിൽ നിന്ന് വാങ്ങിയത് ആരാ പണ? ശരിയായ ഗുണ്ട പിരിവാണ്. അതായത് BJP-ക്ക് എതിരായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ശക്തമത്തായ നിലപാട് സ്വീകരിക്കുന്ന സമ്പന്നനെ കണ്ടുപിടിക്കുക, സാൻഡി ഗോമാർട്ടൻ ഉൾപ്പെടെ. എന്നിട്ട് കേസെടുക്കുക. കേസെടുത്തു കഴിഞ്ഞാൽ പിന്നെ ED-യുടെ അല്ലെങ്കിൽ CBI-യുടെ സെൻട്രൽ ഏജൻസിയുടെ പണി കഴിഞ്ഞു. അപ്പൊ പിന്നെന്താ? പിന്നെ അവർ നേരിട്ട് ബോണ്ട് കൊടുക്കുകയാണ്. 1000കണക്കിന് കോടി ഉറുപ്പികയാണ് കൊടുത്തത് സാൻഡി ഗോമാർട്ടൻ ഉൾപ്പെടെ. 1000കണക്കിന് കോടി. അത് കോൺഗ്രസിനും കിട്ടി, BJP-ക്കും കിട്ടി, പല ആളുകൾക്കും കിട്ടി.